ഇതിങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് കേട്ടോ. നല്ല പിങ്ക് കളറും കിട്ടും, നല്ല സൂപ്പർ ടേസ്റ്റുമാണ്. അപ്പോൾ അത് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കുക. അത് നിങ്ങളുടെ അളവിനനുസരിച്ച് പഞ്ചസാര എടുക്കുക. എന്നിട്ട് ഇതുപോലെ കാരമലായി വരുമ്പോഴേ അതിലേക്ക് ആദ്യം ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണേ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പാല് പിരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വെള്ളം ഒഴിച്ച ശേഷം പാലും കൂടെ ഒഴിച്ച് അതൊന്ന് തിളക്കാൻ വയ്ക്കുക. ഇപ്പുറത്തെ അടുപ്പിൽ സാബുനരി, അതായത് ചൊവ്വരി, അതും കൂടെ ഒന്ന് വേവിച്ചിട്ടെടുക്കുക. എന്നിട്ട് ഈ പാല് തിളച്ച് വരുമ്പോഴേ ഈ ചൊവ്വരി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ടെടുക്കുക. ഇപ്പം തന്നെ കണ്ടില്ലേ, നല്ല പിങ്ക് കളറായി വന്നിട്ടുണ്ട്. ഇനി ഈ ടൈമിൽ മിൽക്ക് മെയ്ഡ് ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല, ഞാൻ അത് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ മധുരം നോക്കിയിട്ട് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള സേമിയം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ചെറിയ വണ്ണല്ലാത്ത സേമിയാണ് എടുക്കുന്നത്. ഇവിടെ റോസ്റ്റ് ചെയ്തിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഞാനത് റോസ്റ്റ് ചെയ്തിട്ടില്ല. ഇനി അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ വണ്ണല്ലാത്ത സേമിയാണെന്നുണ്ടെങ്കിൽ കാണാനും നല്ല ഭംഗിയായിരിക്കും നമ്മളെ പായസം, കുടിക്കാനും നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് യൂസ് ആക്കാം. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലേവറിന് കുറച്ച് ഏലക്ക പൊടിച്ചതും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലാസ്റ്റ് ഡെക്കറേഷന് അണ്ടിയും മുന്തിരിയും കൂടി ഇട്ട് കൊടുത്താൽ സംഭവം കഴിഞ്ഞു. പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞങ്ങൾ മറന്നു പോകരുത് കേട്ടോ. എല്ലാവരും വീഡിയോ കാണുന്നുണ്ട്, പക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. നിങ്ങളുടെ അതിന് മാത്രം പിശുക്കത്തരം കാണിക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.